ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹൂ നോസ് മീ ബെറ്റർ എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ആണ്. ഈ ആണി രാവിലെ മുതൽ അവളെ കുറിച്ച് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് വന്നത്, നമുക്ക് ഇങ്ങനെ ഒരു കണ്ടന്റ് എടുത്തൊന്ന് ചെയ്താലോ. ഇവർക്ക് രണ്ടുപേർക്കും എന്നെ പറ്റി എന്തറിയാം എന്നൊന്ന് അറിയാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ആർക്കാണ് ഇവർ രണ്ടുപേരും കൂടുതൽ എന്നെ പറ്റി അറിയാവുന്നത്? ഒരാൾ മിസ്സിംഗ് ആണ് കേട്ടോ. അപ്പം സോന നാട്ടിൽ പോയേക്കുക. അപ്പം അവളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പം 3 പേരെ വെച്ചിട്ട് ഇത് ചെയ്യാന്ന് വെച്ച്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോട്ടോ. റെഡിയാണല്ലോ? റെഡിയല്ലേ? ഓക്കെ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് മൈ ഫേവറേറ്റ് ഫുഡ്? ആദ്യം മനോജ്. ഫ്രൈഡ് റൈസ്. 1 പോയിന്റ് രണ്ടുപേർക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് മൈ ഫേവറേറ്റ് കളർ? ആദ്യം 5 പറ. വൈറ്റ്. മനോജ്. ബ്ലൂ. രണ്ടുപേർക്ക് 0. എൻ്റെ ഫേവറേറ്റ് കളർ റെഡ്, അല്ലെങ്കിൽ ഗ്രീന്, അല്ലെങ്കിൽ ബ്ലാക്ക്. 3 ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. 3 പറഞ്ഞിട്ടില്ല. ബ്ലാക്ക് പറയാൻ വിചാരിച്ചായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാർക്ക് ഓർമ്മയുണ്ടല്ലോ രണ്ടുപേർക്കും? 1-1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് മൈ ഡ്രീം ജോബ്? ആദ്യം മനോജ് പറ. നേഴ്സ്. നേഴ്സ്, അത് നമ്മൾ പഠിച്ചോണ്ടിരിക്കുന്നത്. വാട്ട്സ് മൈ ഡ്രീം ജോബ്? എക്സാക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഐ ഡോണ്ട് നോ. ഓക്കെ, 5 പറ. കാനഡയിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യണം, പ്ലസ് കണ്ടന്റ് ക്രിയേറ്ററോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ. കറക്റ്റ് ആൻസർ ആണ്. 5-ന് 2 പോയിന്റ്സ് ഇട്ടിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, whom I love most in the world? മനോജ്. ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അമ്മ. 5 പറ. മമ്മ, പിന്നെ ബ്രദർ അനുചേട്ടൻ. ഏറ്റവും കൂടുതൽ പറ. മമ്മ. റൈറ്റ് ആൻസർ. എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ മമ്മായാണ്, അത് കഴിഞ്ഞ് എൻ്റെ ബ്രദർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പം രണ്ടുപേർക്കും നിനക്ക് 3 പോയിന്റ്, നിനക്ക് 2 പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വാസ് യുവർ ഫസ്റ്റ് ഇംപ്രഷൻ ഓഫ് മീ? എന്നെ ആദ്യം കണ്ടപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ആദ്യം മനോജറ. ഒരു ബംഗാളിയാണ്. ബംഗാളിയല്ല, ഒരു നേപ്പാളിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ അടുത്ത് തുടങ്ങിയപ്പോഴാണ് ഇവള് മലയാളിയാന്ന് വിചാരിച്ചത്. അല്ല, മലയാളിയാന്ന് അറിഞ്ഞത്. പിന്നെ ഫസ്റ്റ് എന്നെ കണ്ടപ്പോ ഒരു നേപ്പാളിയാണ്. ഇനി 5 പറ. ഞാൻ കോളേജ് തുടങ്ങി ഒരു 15 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ ഇവരെല്ലാവരും ഒരു ഗ്യാങ്ങായി സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനും ദേവുമാണ് ലാസ്റ്റ് എത്തിയത്. അപ്പോൾ ഇവര് എന്തായാലും ഇവളുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കേൾക്കുന്നുണ്ട് മലയാളമാണ് പറയുന്നത്. ഫസ്റ്റ് കണ്ടപ്പോ മലയാളിയാണെന്നൊന്നും വിചാരിച്ചില്ല. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻ പറയാൻ പറ്റൂല. പക്ഷെ ഞാൻ നല്ലൊരു ജാട ക്യാരക്ടറാണ്, ഭയങ്കര ആറ്റിറ്റ്യൂഡും കാര്യങ്ങളാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ, പാവാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ്, ഹൂ ഐ ആം? ഇൻട്രോവേർട്ട് ഓർ എക്സ്ട്രോവേർട്ട്? ആദ്യം 5 പറ. ഇൻട്രോവേർട്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷെ എക്സ്ട്രോവേർട്ട് അല്ല. പക്ഷെ അവളൊരു ആംബിവേർട്ടാണ്. നമ്മുടെ ഒരു ഗാങ്ങിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ നടക്കാൻ പോകുന്നതെന്ന് ദൈവം തമ്പുരാൻ അറിയാം. മനോജ്. ആംബിവേർട്ട്. യെസ്, അത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് മൈ പ്രിഫറൻസ്, ടീ ഓർ കോഫി? 5 പറ. കോഫി. മനോജ്. ടീ. ബോത്ത് ആർ ഐ ലൈക്ക്, ബട്ട് കോഫി അടിച്ച കോഫിയാണെങ്കിൽ ഭയങ്കര ഇഷ്ടം. ഒരു പൊടിക്ക് കോഫി. ഓക്കെ, ഞാൻ ഇവർക്ക് 2 പേർക്ക് മാർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇപ്പൊ നിനക്ക് എത്ര പോയിന്റ് ആയി? 3 പോയിന്റ് ഉണ്ടായിരുന്നു. പിന്നെ 5. 4. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 1 തിങ് യു വാണ്ട് ടു ചേഞ്ച് ഇൻ മൈ ബിഹേവിയർ? എന്റെ സ്വഭാവത്തിൽ നിങ്ങൾക്ക് മാറ്റണം എന്ന് ആഗ്രഹമുള്ള ഒരു കാര്യം. എനിക്ക് അറിയാം ഇവര് 2 ഒരു ഉത്തരമായിരിക്കും പറയുന്നത്. ആദ്യം ഞാൻ മനോജിക്കും. മനോജ്. കാര്യം അറിയാതെ പെട്ടെന്ന് കയറി ദേഷ്യപ്പെടുക, എല്ലാരോടും ദേഷ്യപ്പെട്ട് സംസാരിക്കുക. പെട്ടെന്ന് പുള്ളിക്കാരിയുടെ ഇതിൽ നിന്ന് അങ്ങ് മാറുക ആ ദേഷ്യം. പക്ഷെ പെട്ടെന്ന് കാര്യം അറിയാതെ ഫുള്ള് കേൾക്കാതെ ചാടി കയറി ദേഷ്യപ്പെടുക, അത് മാത്രം. അപ്പൊ ആംഗ്രി അല്ലേ? 5 പറ. ഒരു എടുത്തുചാട്ടം ഭയങ്കര കൂടുതലാണ്. നമ്മളിപ്പോ ഇവളെ കുറിച്ച് അല്ല സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇവളാ ഒരു കണ്ടന്റിൽ വന്നിട്ടേ ഉണ്ടാവില്ല. ചുമ്മാ ചിലപ്പോ അപ്പുറത്ത് വേറെ വല്ലതും ചെയ്തോണ്ടിരിക്കുവായിരിക്കും. തിരിഞ്ഞു നോക്കുമ്പോ ഞങ്ങൾ എല്ലാവരും ഇരുന്ന് വർത്താനം പറയും. അപ്പോഴത്തേക്ക് ആള് വിചാരിച്ച് അവളെ കുറിച്ചാ പറയുന്നത്. അപ്പൊ അങ്ങനെ കയറി വന്നങ്ങ് ചാടിക്കടിക്കും. പെട്ടെന്ന് ഒരു എടുത്തുചാട്ടം കൂടുതലാണ്. അതൊന്ന് കുറച്ചാ ഓക്കെ. ദേഷ്യം, അതെനിക്ക് അറിയാത്തത്. അപ്പൊ 2 പേർക്ക് ഈക്വൽ ആയിട്ട് പോയിട്ടുണ്ട്.
അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാം. ഹൂ വിൽ ഐ കോൾ ഫസ്റ്റ് വെൻ ഐ ആം ഇൻ ട്രബിൾ? ഞാനൊരു പ്രശ്നത്തിൽ പെട്ടാൽ ഞാൻ ആദ്യം ആരെയായിരിക്കും വിളിക്കുന്നത്? മനോജ് പറ. മമ്മായെ. അഞ്ചു പറ. മീൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഫാമിലി പ്രോബ്ലംസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ എന്തൊരു ഇടയിൽ. പ്രശ്നം വന്നാലും ഞാൻ ആദ്യം ആരെയായിരിക്കും വിളിക്കുന്നത്? രേഖ ചേച്ചി. ട്രൂ ആൻസർ മമ്മ. മനോജിന് 1 പോയിന്റ് കേട്ടോ. ഞാൻ ആദ്യം മമ്മയെ വിളിക്കുന്നത്. അപ്പം ഇപ്പൊ ഈക്വൽ ആയ പോയിന്റ്. ഇപ്പൊ നിനക്ക് എത്രയായി? 5. 5 5. എനിക്ക് അല്ല. 6. 6. ഓ 6. ഓക്കെ 6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചിന്തിച്ച് ഉത്തരം പറയണം രണ്ടുപേരും. വാട്ട് ഡു ഐ വാല്യൂ മോസ്റ്റ് ഇൻ എ റിലേഷൻഷിപ്പ്? ഒരു റിലേഷൻഷിപ്പ്, ഇപ്പൊ അത് ഫ്രണ്ട്ഷിപ്പ് ആവാം, ലവ് ആവാം, എന്തും ആവാം. ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് എന്തിനാണ്? 5 പറ. ആലോചിച്ച് ഉത്തരം പറയുക. എൻ്റെ മനസ്സിലൊരു ഉത്തരവുണ്ട്, അത് ആര് പറയുന്നു അവർക്ക് ഞാൻ കൊടുക്കും. ട്രസ്റ്റ്. ട്രസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ട്രസ്റ്റ്. റൈറ്റ് ആൻസർ. ട്രസ്റ്റ് മീൻസ് ഇപ്പോൾ ഒരു റിലേഷൻ, അത് ഏത് റിലേഷൻഷിപ്പ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു പരസ്പര വിശ്വാസം, അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഏത് റിലേഷൻഷിപ്പ് ആയാലും മുന്നോട്ട് പോകും. സോ ട്രസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്കൊരു റിലേഷൻഷിപ്പിൽ. റൈറ്റ് ആൻസർ. 2 പേർക്ക് പോലെ പോയിട്ടുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. 1 തിങ് യു ലൈക്സ് ഇൻ മീ? എന്നിൽ ഇഷ്ടപ്പെട്ട, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ആദ്യം 5 പറ. ആദ്യം മനസ്സിലായി. ഓക്കെ ഗ്യാദി മനോജ്. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാ ഇങ്ങോട്ട് വന്ന് സംസാരിക്കും, വേഗം പിണക്കം മാറ്റും. പെട്ടെന്ന് പിണക്കം മാറ്റും. അതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഏകദേശം ഇതുപോലെ തന്നെ. കാരണം ഞങ്ങളുടെ ഈ കൂട്ടത്തിൽ, അതായത് ഞങ്ങൾ 4 പേരില് ഏറ്റവും കൂടുതൽ അടിയിടുക, മീൻസ് മിനിറ്റിന് അടിയിടുക ഞാനും ആനിയും കൂടി ഇടാം. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, എനിക്കും ആനിക്കും എന്തിനാ അടി കൂടിയെന്ന് പോലും അറിയില്ല. ഞങ്ങളിപ്പോ ഇവിടെ ഭയങ്കര അടി ഉണ്ടാക്കിയിട്ട് ഒന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇപ്പുറത്തോട്ടാവുമ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ പണ്ടത്തേനെക്കാട്ടും ഭയങ്കര കൂട്ടായിരിക്കും. കാരണം ഞങ്ങൾ അടി ഉണ്ടാക്കിയ കാര്യം പോലും ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഞങ്ങളുടെ അടി കൂടിപ്പോയ ഒരു 5 മിനിറ്റ്, അതിൽ കൂടുതൽ നിൽക്കാറില്ല. പെട്ടെന്ന് മിങ്കിളാവും അങ്ങോട്ട്, മനസ്സിൽ വെച്ചൊന്നും പെരുമാറില്ല. അപ്പൊ അത് എന്താണോ അത് അവിടെ തീർന്നു, അത്രയേ ഉള്ളൂ. അപ്പം 2 പേർക്ക് അതായിട്ട് ഇഷ്ടപ്പെട്ട കാര്യം. താങ്ക് യു ബോത്ത്. അടുത്തത്. വെൻ ഡിഡ് വി മീറ്റ് ഫസ്റ്റ്? നമ്മൾ ആദ്യം കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ്? 5 പറ. ഞാൻ ക്ലാസ്സിൽ, ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഏറ്റവും ലേറ്റ് ആയിട്ട് വന്നത്. അപ്പോഴും ഞാൻ ക്ലാസ്സിൽ അങ്ങനെ ഫോക്കസ് ചെയ്ത് ശ്രദ്ധിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഒരു ദിവസം വൈകുന്നേരം ഇരുന്നപ്പോൾ, ഹോസ്റ്റലിൽ വൈകുന്നേരം ഇരുന്നപ്പോൾ ഭയങ്കര വിശപ്പ്. ഞങ്ങളുടെ അവിടെ ഒരു 5 മണി മുതൽ 6 മണി വരെ നമുക്ക് പഴയ ഹോസ്റ്റലിൽ പുറത്ത് കഫേ ഉണ്ട്, അവിടെ പോയി ഫുഡ് വാങ്ങാമായിരുന്നു, എന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളൊക്കെ. അപ്പൊ സോന പഫ്സ് മേടിക്കാൻ പോയേക്കുമായിരുന്നു. അപ്പൊ ഒരാൾ മുകളില് തുണി വലിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പോയി സംസാരിക്കണോ വേണ്ടയോ അങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ ഞാൻ പോയി അങ്ങ് ദേവം ഉണ്ടായിരുന്നു തോന്നുന്നു കൂടെ. അപ്പൊ ഞങ്ങൾ 2 പേരും കൂടെ പോയി സംസാരിച്ച്. അപ്പൊ പുറത്ത് ആരെങ്കിലും പോയിട്ടുണ്ടോ, വല്ലതും വാങ്ങിയിട്ട് വരുമോ ചോദിച്ചപ്പോ ഇവള് പറഞ്ഞ് സോന പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവളോട് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അങ്ങനെ സോനയുടെ ആദ്യം കണ്ടുമുട്ടിയത് ടെറസിന്റെ മുകളിൽ വെച്ചിട്ടാണ്. അവിടെ വെച്ച് ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. ഇനി മനോജ് പറ. നമ്മളെപ്പോഴും ഞാൻ ആനിയെ കാണുന്നത് ക്ലാസ്സിൽ വെച്ച്. ഞങ്ങൾ ആദ്യം ഫ്രണ്ട്സ് ഒന്നും ആയിരുന്നില്ലായിരുന്നു. ഇവള് വേറെ ബെഞ്ചിലൊക്കെ ആയിരുന്നു. അപ്പം പിന്നെയാണ് വേറെ ബെഞ്ചിലായിരുന്നു, ഞങ്ങള് വേറെ ബെഞ്ചിൽ, ഇവളും വേറെ ബെഞ്ചില്, ഞാനും വേറെ ബെഞ്ചിലായിരുന്നു. 3 പേരും 3 ബെഞ്ചിലായിരുന്നു. പക്ഷെ ക്ലാസ് വെച്ചിട്ട് ഇവളെ ഞാൻ ആദ്യമായിട്ടാണ്, ഇവിടെ ടെറസിൽ വെച്ചില്ലേ ക്ലാസ്സിൽ വെച്ച്. പക്ഷെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് അങ്ങനെ ഓർക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന സിറ്റുവേഷൻ പറയുന്നത് ടെറസിൽ വെച്ച് കണ്ടത്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ ആം എ മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് പേഴ്സൺ? എനിക്ക് രാവിലെ ഇരിക്കുന്നതാണ് ഇഷ്ടം, അത് രാത്രിയാണ് ഇഷ്ടം. മനോജ് നൈറ്റ്. മോർണിംഗ്. നൈറ്റ്. മൈ പോയിന്റ് ഗോയിങ്. അല്ല, നീ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മോർണിംഗ് ആണ്. നൈറ്റ് എനിക്ക് ഇഷ്ടം, പക്ഷെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നത് 12 വരെ. അത് നൈറ്റ് പേഴ്സൺ അല്ല. നോക്ക്, 12:30 വരെ മാക്സിമം ആനി പോയായിരിക്കുന്നു 1 മണി വരെ. നൈറ്റ് പേഴ്സൺ എന്നൊക്കെ പറയുമ്പോൾ ഓൾ നൈറ്റ് ഇരിക്കും, അങ്ങനെയല്ല. പക്ഷെ ആനിയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ആനി നൈറ്റ് ആണ്, വല്ല മൂവീസ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവള് നൈറ്റ് കിടന്ന് കാണുകയൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് മോർണിംഗ് നീറ്റ്
പഠിക്കാനായാലും വേറെ വല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാനും പകൽ ഇഷ്ടമാ, പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം രാത്രിയാ കിടന്നുറങ്ങാൻ. കിടന്നുറങ്ങാൻ വേണ്ടിട്ട്. മനോജ് അത് മനസ്സിലാക്കി. മനോജിന്റെ ഒരു പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, അത് ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഹൗ ഡു ഐ യൂഷ്വലി സ്പെൻഡ് മൈ ഫ്രീ ടൈം? എന്റെ ഫ്രീ ടൈം ഞാൻ സാധാരണ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാറുള്ളത്? മൂവി കണ്ടങ്ങ് തീർക്കും. നീ പറ. ഓൾഡ് മൂവീസ് ഇപ്പൊ ഇറങ്ങിയത് കാണും ഇല്ല എന്നല്ല, പക്ഷെ അവൾക്ക് കുറച്ചും കൂടെ കണ്ടിരിക്കാൻ ഇഷ്ടം പഴയ നമ്മുടെ പണ്ടത്തെ സിഗ്നേച്ചർ ടൈപ്പ് മൂവീസ് ഒക്കെ. അത് വിളമാർക്ക് എല്ലാം അറിയാം, കാരണം ഞാൻ ഇപ്പോഴും അവധിയൊക്കെ കിട്ടുമ്പോൾ പഴയ മൂവീസ് യൂട്യൂബിൽ തപ്പിട്ട് ഇരുന്ന് കാണാറുണ്ട്. രണ്ടുപേർക്കും ഈക്വൽ ആയിട്ട് പോയി. എത്ര പോയിന്റ് നിനക്ക്? എനിക്ക് 9. നിനക്ക് 10. ഓക്കെ, 1 പോയിന്റ് ഡിഫറൻസ് ആണ്. ഭയങ്കര വാശിയായിട്ടുള്ള മണി നടക്കാൻ പോകുന്ന 2 ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളു കേട്ടോ. ചോദിക്കാവേ. ചോദിക്കാം, അത് ഇച്ചിരി ഇവന്മാർ പറയുന്നത് എനിക്ക് അറിയത്തില്ല, ഞാൻ ചോദിക്കാം. വാട്ട് കൈൻഡ് ഓഫ് ലവ് ഡു ഐ വാണ്ട് ഇൻ ഫ്യൂച്ചർ? ഭാവിയിൽ എനിക്ക് എങ്ങനെയുള്ള ഒരാളെയാണ് വേണ്ടത്? മനോജ് പറയാം ആദ്യം. എങ്ങനെയുള്ള വ്യക്തിയാണ് എനിക്ക് ഭാവിയിൽ വേണ്ടത്? ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ഫ്രീഡം കൊടുക്കണം, പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം, പിന്നെ നമുക്ക് കുറെ ഡ്രീം ഉണ്ട്, അതൊക്കെ സാധിച്ചു കൊടുക്കുന്ന ചെറുക്കനായിരിക്കണം. 5 പറ. ആനിയുടെ ടൈപ്പ് ഓഫ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിക്ക് പോയില്ലേലും കുഴപ്പമില്ല, ആനിയുടെ കാര്യങ്ങളൊക്കെ നല്ല പൊന്നുപോലെ നോക്കിയ ഒരു ചെറുക്കനായാലും കുഴപ്പമില്ല. പക്ഷെ പുള്ളിക്കാരിക്ക് കുറച്ചും കൂടെ കെയറിങ്ങും ലവിങ്ങും അവളുടെ ഫാമിലിനെ ഒരുപോലെ കാണാൻ പറ്റിയ ഒരാൾ വേണം. എനിക്ക് നന്നായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്ന ഒരാൾ വേണം, എന്നെ മനസ്സിലാക്കുന്ന ഒരാൾ വേണം. നമ്മൾ പറഞ്ഞ പോലെ കെയർ ചെയ്യുന്ന ആളാണ്. അതെല്ലാവരും പറയുന്നത്, കെയർ ചെയ്യുന്നത് സ്നേഹിക്കുന്നത് അതെല്ലാവർക്കും വേണ്ടതാണ്. പക്ഷെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കണം. എന്റെ വൈബിന് ഒത്ത് നിൽക്കുന്ന ഒരാളാണ്. അത് നിങ്ങൾ പറഞ്ഞില്ല, ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ എപ്പോഴും പറയുന്ന പോയിന്റാ, മീൻസ് ഞാൻ എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ എൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാളായിരിക്കണം. അതാണ് എനിക്ക് ഫ്യൂച്ചറിൽ വേണ്ടത്. ജോലി അങ്ങനത്തെ സാധനമൊന്നുമല്ല, ഞാൻ എങ്ങനെ നിൽക്കുന്നു അതേപോലെ തിരിച്ച് എൻ്റെ അടുത്ത് നിൽക്കണം. നല്ല എൻജോയ് ചെയ്ത് വൈബായിട്ട് ചില്ലടിച്ച് ഇങ്ങനെ ജീവിക്കണം. ഇത്ര ഉള്ളു, വേറെ ഒന്നുമില്ല. അതാണ് എൻ്റെ ഫ്യൂച്ചർ ഒരു ലവിനെ ഇഷ്ടം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ രണ്ടുപേർക്കും പോയിന്റ് ഇല്ല കേട്ടോ. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട്സ് മൈ ഫേവറേറ്റ് ആപ്പ്? ഞാൻ എപ്പോഴും ഏറ്റവും കൂടുതൽ ഈ ഫോണിൽ യൂസ് ചെയ്യുന്ന ആപ്പ് ഏതാണ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 5 പറ. 5 പറ. ഇല്ല, ഫസ്റ്റ് മനോജ്. ഓക്കെ, എന്റെ ഉള്ളിലൊരു ഉത്തരമുണ്ട്, യൂട്യൂബ്. അങ്ങനെ അൺഫോർച്ചുനേറ്റ്ലി അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിരിക്കുകയാണ്. യൂട്യൂബാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഫോണിൽ യൂസ് ചെയ്യുന്നത്. അപ്പോ ടോട്ടൽ പോയിന്റ് എത്ര പറയാമോ? 11. അങ്ങനെ ഈക്വലി രണ്ടുപേരും പോയിന്റ് സ്കോർ ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പൊ രണ്ടുപേർക്ക് എന്നെ പറ്റി നന്നായിട്ട് അറിയാം. ഒരാളൂടെ ഉണ്ടായിരുന്നു, അയാളുണ്ടായിരുന്നെങ്കിൽ മേ ബി ഷീ വിൽ ബി ദ ഫസ്റ്റ്, ബട്ട് അവൾ ഇന്നില്ല അല്ലേ? മേ ബി ഒരു പോയിന്റെങ്കിലും അവള് കൂടുതൽ വാങ്ങിച്ചത്, പക്ഷെ ആളില്ല. നമ്മളൊക്കെ അവളെ മിസ് ചെയ്യുന്നുണ്ട്. അവൾ എത്രയും പെട്ടെന്ന് നാട്ടിൽ നിന്ന് തിരിച്ചു വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോഴത്തേക്കും ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ സെഗ്മെന്റ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും നല്ല കണ്ടന്റുമായിട്ട് ഞങ്ങൾ ഇനി വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ബൈ.